അവരാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അങ്ങനത്തെ ബഹുമാനപ്പെട്ട ഇമാമുന അൽ-ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന അന്ന് പല സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാണ്. തങ്ങൾ പറഞ്ഞത്രേ, എന്താണ് നിങ്ങൾ ആരെ പ്രതീക്ഷ നിൽക്കാൻ ചോദിച്ചപ്പോൾ ഇമാം ബുഖാരിയെ പ്രതീക്ഷ നിൽക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമല്ലോ, വലിയ മഹാനല്ലേ, ഔലിയാക്കളിലെ വളരെ വലിയ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്ന മഹാനാണ് തങ്ങൾ. മഹാനവറുകൾ വഫാത്താകുന്ന ആ ദിവസം മഹാനവറുടെ ചരിത്രത്തിൽ കാണാം 40-ലധികം ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അന്നത്തെ രാത്രി സ്വർഗ്ഗത്തിൽ കാണുന്നു. എന്താ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ രാത്രിയിൽ അവർ സ്വപ്നം കണ്ടപ്പോ ഈ ആളുകളോട് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് ആഖിറത്തേക്ക് യാത്രയായിട്ടോ നേരെ തങ്ങളുടെ വീട് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ആ സമയത്ത് രാവിലെ തന്നെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട ആളുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് ഉച്ചയായ സമയത്ത് ജനാസ എടുക്കുമ്പോൾ ശക്തമായ ചൂടുള്ള കാലമാണ്. ഈ ജനാസയും വഹിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു കൂട്ടം പക്ഷികൾ വന്ന് അതിന്റെ ചിറക് വിടർത്തി അദ്ദേഹത്തിന്റെ ജനാസ ചുമന്നു പോകുന്ന ആളുകൾക്ക് നീരിട്ട് കൊടുക്കുകയാണ്. ആ പക്ഷിയുടെ നീരിൽ അവരതാ അതിന്റെ നീരിലായി ആ ചെറുത് കൊണ്ട് ഇട്ടുകൊടുത്ത നീരിലായി ജനാസയിൽ കൊണ്ട് പോകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ മഹാനായ തങ്ങൾ വഫാത്തായി കിടക്കുന്ന മഹാൻ തന്റെ കയ്യിന്റെ വിരലങ്ങ് ഈ രൂപത്തിൽ അങ്ങ് പിടിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ആളുകൾക്ക് എന്തോ ഒരു ഇളക്കം പോലെ അനുഭവപ്പെട്ടപ്പോ ജനാസ തായിറക്കി, വഫാത്തായിട്ടില്ലേ, മരണപ്പെട്ടിട്ടില്ലേ, പരിശോധനയ്ക്ക് വിധേയമാക്കി മഹാനവറുകൾ വഫാത്തായിട്ടുണ്ട്. അവിടുത്തെ കൈവിരൽ അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് സൂചിപ്പിക്കുന്ന രൂപത്തിൽ അവിടുന്ന് കൈവിരൽ പിടിച്ചത് കണ്ടപ്പോ അതുവരെ അദ്ദേഹത്തിന് ആശീർവദിച്ച ആളുകളൊക്കെ മടങ്ങി എന്ന് പല മഹാന്മാരും രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഞാൻ അതിലേക്ക് കടക്കില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട ഒരു സമയമാണ് ഇത്. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈമാൻ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അടുത്ത പോലൊന്നല്ലല്ലോ. ഇന്ന് പലതും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ഈമാൻ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്ന ഒരു കാലം. അടുത്ത പോലെയല്ല. ഹറാം ഒരാൾക്കും പേടിയില്ല. ഹറാമ് ചെയ്ത ആള് തന്നെ ന്യായീകരിക്കുകയാണ്. എന്താ പറയുന്നത്? ഇതൊക്കെ ഉസ്താദെ എത്ര ആളുകൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്താ ഹറാമ് എന്ന് ചോദിച്ച് ഏത് വിഷയത്തിനും ന്യായീകരണം പറയുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മൾ എത്തുന്ന സമയത്ത് സലീമായ കൽബോടുകൂടെ നമുക്ക് എത്താൻ കഴിയണം. അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അതാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ. ആ ഒരു അവസ്ഥയിൽ അല്ലാഹുവിനെ നമുക്ക് എത്താൻ സാധിക്കണം. അതിന് അല്ലാഹു നമ്മളെ സഹായമാക്കി തരട്ടെ. ഇവിടെ കൂടിയ മുഅ്മിനീങ്ങൾ, ഇവിടെ കൂടിയ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഈ ഒരു സംഗമം കാരണമായി അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. എത്ര രോഗികളാണ്, വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ. ഈ അടുത്ത ദിവസം വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഒരു സഹോദരിയുടെ 2 കാലുകൾ മുറിച്ചു, ഇനി 2 കൈകളും മുറിക്കണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞു എന്ന് സങ്കടം പറഞ്ഞു. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. പൂർണ്ണമായ ആജിലായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ മാസത്തിൽ സൗകര്യം പോയ ഒരുപാട് മഹത്തുക്കളുണ്ട്. തങ്ങളടക്കം, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഖാസിം